യഥാർത്ഥത്തിൽ ഇതായിരുന്നു UDFിൻ്റെ കോൺഫിഡൻസ്. കേരളത്തിൽ ഏകദേശം 50% വരുന്ന മൈനോറിറ്റി ക്രിസ്ത്യൻ, മൈനോറിറ്റി മുസ്ലിം വോട്ടുകൾ ഒരുമിച്ച് പെട്ടിയിലാക്കിയാൽ പിന്നെ പരമ്പരാഗതമായി നിൽക്കുന്ന വോട്ടുകൾ കൂടി ചെന്നുള്ള 60% വോട്ട് ഞങ്ങളുടെ കയ്യിലായി. അപ്പോൾ 110 സീറ്റ് 100 സീറ്റ് വേണ്ടി വന്നാൽ 120 സീറ്റ് എന്നൊക്കെ പറയാനുള്ള കോൺഫിഡൻസ് അങ്ങനെയാണ് വരുന്നത്. യഥാർത്ഥത്തിൽ ആ കോൺഫിഡൻസ് ഇതാണ്, അതല്ലാതെ ഓൺ ഗ്രൗണ്ടിലുള്ള ഭരണവിരുദ്ധ വികാരമാണ്. അപ്പോൾ ഇന്ത്യ ടുഡേ നടത്തിയ സർവേ ഉണ്ട്, ബാക്കിയുള്ള സർവേകളെല്ലാം പറഞ്ഞോളൂ, നിങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്നൊക്കെയുള്ള ആരോപണം. ഇന്ത്യ ടുഡേ മൈ ആക്സിസ് നടത്തിയ സർവേയിൽ എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 87 പറഞ്ഞിരിക്കുന്നത്. ഭരണവിരുദ്ധ വികാരമുണ്ടോ എന്നുള്ളതിൻ്റെ അനാലിസിസിൽ ദേശീയ ചാനലുകൾ പോലും കണ്ടെത്തിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഭരണവിരുദ്ധ വികാരത്തിനും അപ്പുറം ഒരു ഫാറ്റീഗാണ്, ഒരു മടുപ്പ് അവിടെയുണ്ട്. പക്ഷേ മടുപ്പിനെ അതിജീവിക്കാൻ പറ്റുന്ന മണ്ഡലങ്ങളിലെ വികസന പ്രവർത്തനങ്ങൾ നടത്തി MLA-മാരുടെ ജനപ്രീതി അത് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. ഞാൻ തുടക്കം മുതൽ പറയുന്നൊരു കാര്യമാണ്, ഭരണവിരുദ്ധ വികാരമല്ല, ഒരു മടുപ്പിനെ അതിജീവിക്കാൻ കഴിയുന്ന ജനപ്രിയ MLA-മാർ ബന്ധപ്പെട്ട് ഇന്ത്യ ടുഡേ അത് ഞാനും കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. പക്ഷെ അത് ചില കാറ്റഗറിയിലാണ് എന്ന് പറയുന്നു. സ്ത്രീകളുടെ വോട്ട് കൂടുതൽ കിട്ടുകയാണ് എങ്കിൽ എന്നുള്ളൊരു കാറ്റഗറിയിലാണ്. ഈ സ്ത്രീകളുടെ വോട്ടുകൾ കൂടിയിരിക്കുന്നതും എവിടെയാ? ഈ വടക്കൻ കേരളത്തിലാണ് സ്ത്രീകളുടെ ഓരോ കാറ്റഗറിയിലെ തിരിച്ച് പറഞ്ഞപ്പോഴാണ് എന്ന് പറയുന്നത്. അപ്പോൾ മൊത്തത്തിലുള്ള വിലയിരുത്തൽ എങ്ങനെയാണ്? ഭരണവിരുദ്ധ വികാരത്തെ ഏതെങ്കിലും തരത്തിൽ പ്രത്യക്ഷമായിട്ട് ഉണർത്തിക്കൊണ്ടുവരാൻ പരമാവധി അവർ ശ്രമിച്ചെങ്കിലും അത് പരാജയപ്പെടുന്ന കാഴ്ചയെ കണ്ടത്. അതിൻ്റെ എക്സാമ്പിളാണ് മൂന്നാമത്തെ പോയിന്റ്, ക്യാമ്പയിനുകൾ ശിഥിലമായി പോയി.